ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ആരോഗ്യകായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇന്ന് നടന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആരോഗ്യകായിക വിദ്യാഭ്യാസം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സായിയുടെ പൂർണ്ണരൂപം എഴുതുക. സായിയുടെ പൂർണ്ണരൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സായിയുടെ പൂർണ്ണരൂപം എന്താണ്? എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? സ്കൂൾ അഫിലിയേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, സമ്മർ അത്ലറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇതിലേതാണ്? അതെ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണല്ലേ സായിയുടെ പൂർണ്ണരൂപം. ഓക്കെ, ദെൻ ഭാരതരത്നം പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അതെ, സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഭാരതരത്നം പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സച്ചിൻ തെണ്ടുൽക്കർ. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്പോർട്സ് ചാനൽ അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സ്പോർട്സ് ചാനൽ അല്ലാത്തത് ഏതാണ്? അതെ, നാഷണൽ ജോഗ്രഫിക് ആണ് അല്ലേ, നാഷണൽ ജോഗ്രഫിക്. ദെൻ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഗുണഫലമല്ലാത്തത് ഏത്? കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഗുണഫലമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രതലം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, കളിമണ്ണാണ് അല്ലേ. ആൻസർ എന്താണ്? കളിമണ്ണ്. ദെൻ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ആറാമത്തെ ചോദ്യം, നിലവാരമുള്ള മൈതാനങ്ങൾ ഒരു കായിക താരത്തിൻ്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അതെ, കളികളോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ പ്രകടനം മെച്ചപ്പെടുന്നു, പരിക്കുകളുടെ സാധ്യത കുറയുന്നു, അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. എന്തൊക്കെയാണ്? കളികളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു, പ്രകടനം മെച്ചപ്പെടുന്നു, പരിക്കുകളുടെ സാധ്യത കുറയുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ദെൻ ഏഴാമത്തെ ചോദ്യം, കായിക വിനോദങ്ങളിൽ ഓർ കളികളിൽ എന്താണ് സ്ഥിരമായി ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? അതെ, ശാരീരിക മാനസിക ആരോഗ്യം വർദ്ധിക്കുന്നു, കായികക്ഷമത, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയുന്നു, മാനസിക പിരിമുറുക്കം കുറഞ്ഞു വരികയും ഉന്മേഷമുള്ളവരായി കാണപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കായിക മേഖലയുടെ വളർച്ചയിൽ മാധ്യമങ്ങൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? അതെ, മാധ്യമങ്ങൾ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കായിക മേഖലയിലേക്ക് കൂടുതലായിട്ട് സ്പോൺസർമാരെ ലഭിക്കുന്നു. അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ സമൂഹത്തിന് വിവിധ കായിക വിനോദങ്ങളുടെ നിയമവശങ്ങളും നൈപുണ്യവും വ്യക്തികളെയും അവരുടെ വ്യക്തിത്വത്തെയും അടുത്തറിയാൻ സാധിക്കുന്നു. ദെൻ ഇൻ്റർനെറ്റ് വഴി വിവിധ വെബ്സൈറ്റുകളുടെ വിവിധ ക്ലബ്ബുകളെക്കുറിച്ചും വിവിധ രാജ്യത്തിലെ അത്ലറ്റുകളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നു. ഓക്കെ, 9ാമത്തെ ചോദ്യം, വെള്ളത്തിൽ വീണ് അപകടമുണ്ടാകുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാമാണ്? അതെ, അപകടത്തിൽ പെട്ട ആളെ എന്ത് ചെയ്യണം? കരയ്ക്കെത്തിക്കുക, ദെൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക, അബോധാവസ്ഥയിലാണെങ്കിൽ നാഡീപിടിപ്പ്, ശ്വാസോച്ഛ്വാസം എന്നിവ പരിശോധിച്ച് ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ ശ്വാസതടസ്സം ഉണ്ടാകുന്ന ബാഹ്യവസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നീക്കം ചെയ്യുക, അതുപോലെ വയറ്റിനകത്തുള്ള വെള്ളം വായിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ തലഭാഗം അല്പം താഴ്ന്നിരിക്കുന്ന രീതിയിൽ തലചെരിച്ച് മലർത്തിക്കിടത്തുക. ദെൻ പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നതിനോടൊപ്പം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുക. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം, കായിക മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന 4 സ്ഥാപനങ്ങളുടെ പേരെഴുതുക. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, GV രാജ സ്പോർട്സ് സ്കൂൾ എഴുതാം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എഴുതാം, സായി എഴുതാം, LNCPE. ഓക്കെ, 4 എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. 11ാമത്തെ ചോദ്യം എന്താണ്? കായികക്ഷമതയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതെല്ലാം? വിശദമാക്കുക. ഏതെല്ലാമാണ്? യെസ്, പേശീശക്തി ഉണ്ടല്ലേ. എന്താണ് പേശീശക്തി? ബലം പ്രയോഗിക്കാനുള്ള പേശികളുടെ കഴിവാണല്ലേ. കായിക ഇനങ്ങളിൽ പലതും പേശീശക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? പേശിക്ഷമത. അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം, പേശിക്ഷമത.
തുടർച്ചയായും ക്ഷീണിക്കാതെയും പ്രവർത്തിക്കാനുള്ള പേശികളുടെ കഴിവാണിത്. ദെൻ ഹൃദയ ശ്വസനക്ഷമത എന്താണ്? തുടർച്ചയായ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഹൃദയ രക്തക്കുഴലുകളുടെ ശ്വസന വ്യവസ്ഥയുടെ കഴിവാണ് ഹൃദയ ശ്വസനക്ഷമത. നെക്സ്റ്റ് എഴുതാം ശരീരഘടന ഓർ ശരീര അനുപാതം. ആനുപാതിക അളവിൽ പേശി, കൊഴുപ്പ്, അസ്ഥി, മറ്റു ശരീരഭാഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ശരീരഘടന. അപ്പോൾ ഓരോന്നും എഴുതി അത് വിശദീകരിക്കുകയും ചെയ്യുക. അതായത് കായികക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എഴുതുക, അവയെ വിശദീകരിച്ച് എഴുതുക. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം, വിവിധ കളികളിൽ ഉപയോഗിക്കുന്ന പ്രതലങ്ങളും അത്തരം പ്രതലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രധാന കളികളുടെ പേരും എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ എഴുതാം? മണൽ നിറഞ്ഞ മൈതാനം, ഏതൊക്കെയാണ് കളികൾ? ബീച്ച് വോളി, ഫുട്ബോൾ അല്ലേ. ദെൻ പുൽമൈതാനത്തിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി. ദെൻ കളിമൺ പ്രതലം ഗോഗോ, ഫുട്ബോൾ, ക്രിക്കറ്റ്. ദെൻ സിന്തറ്റിക് പ്രതലം അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ. ദെൻ തടിപ്രതലം ഷട്ടിൽ, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കലാവിദ്യാഭ്യാസമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് പ്രസിദ്ധനായ കഥകളി നടൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അതെ, കലാമണ്ഡലം ഗോപിയാണല്ലേ. നെക്സ്റ്റ് നോക്കാം. പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഗാനത്തിൽ നിന്ന് അതിൻ്റെ വരികളെ നീക്കം ചെയ്തുകൊണ്ട് പിന്നണി സംഗീതം മാത്രം കേൾപ്പിക്കുന്ന സംവിധാനമാണ് എന്ത്? അതെ, കരോക്കെ. ആൻസർ എന്താണ്? കരോക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രശസ്ത ഭരതനാട്യ നർത്തകിയുടെ പേരെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? അതെ, മൃണാളിനി സാരാഭായ്. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ താഴെ കൊടുത്ത പട്ടികയിൽ നിന്ന് നാടകകൃത്തിനെ തിരഞ്ഞെടുത്ത് എഴുതുക. 4ാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്ത പട്ടികയിൽ നിന്ന് നാടകകൃത്തിനെ തിരഞ്ഞെടുത്ത് എഴുതുക. ആരാണ്? യെസ്, വയല വാസുദേവൻ പിള്ളയാണ്. വയല വാസുദേവൻ പിള്ള. ദെൻ 5ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തന്ത്രിവാദ്യം തിരഞ്ഞെടുത്തെഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തന്ത്രിവാദ്യം എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? വകടം, വയലിൻ, മൃദംഗം, ഓടക്കുഴൽ നൽകിയിട്ടുണ്ട്. അതിലേതാണ്? അതെ, വയലിനാണല്ലേ. ആൻസർ എന്താണ്? വയലിൻ. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പേരിലാണ് ചുമർ ചിത്രങ്ങൾ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? അതെ, മ്യൂറൽ ചിത്രങ്ങൾ എന്നല്ലേ. മ്യൂറൽ ചിത്രങ്ങൾ. ആൻസർ എന്താണ്? മ്യൂറൽ ചിത്രങ്ങൾ. 7ാമത്തെ ചോദ്യം, ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 4 മാധ്യമങ്ങളുടെ പേരെഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? സിമൻറ്റ്, കളിമണ്ണ്, കല്ല്, മെഴുക്, ലോഹങ്ങൾ. എന്തൊക്കെയാണ്? സിമൻറ്റ്, കളിമണ്ണ്, കല്ല്, മെഴുക്, ലോഹങ്ങൾ. ദെൻ സംഘമായി ആലാപനം നടത്തുന്ന 2 സംഗീത രൂപങ്ങളുടെ പേരെഴുതുക. എളുപ്പമല്ലേ? വഞ്ചിപ്പാട്ട്, നാടൻ പാട്ട്, സംഘഗാനം. മറ്റേതെങ്കിലും ഉത്തരങ്ങൾ എഴുതാനും കൂട്ടുകാർക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ കൊളാഷ് ചിത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായ 2 വസ്തുക്കൾ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? പേപ്പർ എഴുതാം, പശ, തുണി, പഞ്ഞി. അപ്പോൾ മറ്ററിയാവുന്ന കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നാടകം അതെ, നോക്കൂ ഏതാണ് വരുന്നത്? നാടകം രംഗസജ്ജീകരണം. ദെൻ പോപ്പ് സംഗീതം മൈക്കിൾ ജാക്സൺ അല്ലേ. ദെൻ ചിത്രകല രാജാ രവിവർമ്മ. സംഗീതം ശ്രുതിവാദ്യം. ഓക്കെ, അപ്പം എ രംഗസജ്ജീകരണം, ബി മൈക്കിൾ ജാക്സൺ, സി രാജാ രവിവർമ്മ, ഡി ശ്രുതിവാദ്യം. ഓക്കെ, ദെൻ ചുവടെ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങളുടെ പേരെഴുതുക. ഒന്നാമത്തെ നമുക്കറിയാം കഥകളി, 2 കഥക്, 3 ഏതാണ്? സി ഏതാണ്? തിരുവാതിര. ദെൻ ഡി മോഹിനിയാട്ടം. ഓക്കെ, ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണല്ലേ. ദെൻ മൈതാനത്ത് കളിക്കുന്ന കുട്ടികളുടെ ചിത്രം വരച്ച് നിറം നൽകും. എളുപ്പമല്ലേ? അതുപോലെ തന്നെ 13ാമത്തെ ചോദ്യം നോക്കൂ. പാഠഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾ ഒരു രംഗാവിഷ്കാരം നടത്താൻ തീരുമാനിച്ചു. എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്? അതെ, സംഭാഷണം, അതുപോലെ തന്നെ രംഗാവിഷ്കാരം, കഥാപാത്രങ്ങൾ, വേഷവിധാനങ്ങൾ, പശ്ചാത്തല സംഗീതം. എന്തൊക്കെയാണ്? സംഭാഷണം, രംഗാവിഷ്കാരം, കഥാപാത്രങ്ങൾ, വേഷവിധാനങ്ങൾ, പശ്ചാത്തല സംഗീതം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവൃത്തി പഠനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്.
ആഹാരം പാകം ചെയ്യുമ്പോൾ രുചിക്കും മണത്തിനും പലതരം വസ്തുക്കൾ ചേർക്കാറുണ്ട്. ചുവടെ തന്നിരിക്കുന്നതിൽ ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ ഏതാണ് ആൻസർ? അതെ, അജിനോമോട്ടോയാണല്ലേ, അജിനോമോട്ടോ. ദെൻ പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന കൃഷിരീതിയാണ് ഇത്. അതെ, പോളി ഹൗസ് ഫാമിംഗ്. ദെൻ ചിരട്ട കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുമ്പോൾ ചിരട്ടയ്ക്ക് തിളക്കം കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? അതെ, കാർബൺ പേപ്പർ ആണല്ലേ. ആൻസർ എന്താണ്? കാർബൺ പേപ്പർ. ദെൻ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ശുചീകരണ ഉപകരണം ഏതാണ്? അതെ, വാക്വം ക്ലീനർ ആണല്ലേ. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ശുചീകരണ ഉപകരണം വാക്വം ക്ലീനർ. ദെൻ 6ാമത്തെ ചോദ്യം, പോഷക സമൃദ്ധമായ പാഷൻ ഫ്രൂട്ട് സംസ്കരിച്ച് നിർമ്മിക്കാവുന്ന 2 ഉൽപ്പന്നങ്ങളുടെ പേരെഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് എഴുതാം, പാഷൻ ഫ്രൂട്ട് ജാം എഴുതാം. മറ്റേതെങ്കിലും ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. ദെൻ ചോക്ക് നിർമ്മാണത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസിനൊപ്പം കുമ്മായം ചേർക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ്? അതെ, ചോക്കിന് ഉറപ്പും തെളിമയും ലഭിക്കുന്നതിന്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8ാമത്തെ ചോദ്യം എന്താണ്? ചേരുംപടി ചേർക്കുക. ആഹാരവും കൃഷിയും ഏതായിരിക്കും? അതെ, പൈനാപ്പിൾ സ്ക്വാഷ് അല്ലേ. ദെൻ ആരോഗ്യവും ആരോഗ്യ പരിപാലനവും കൊതുക് നിവാരണമല്ലേ. ദെൻ വസ്ത്രം എംബ്രോയിഡറി അല്ലേ. നെക്സ്റ്റ് സേവനം നോട്ട് ബുക്ക് നിർമ്മാണം. ഇതുപോലെ തന്നെയല്ലേ ചേരുംപടി ചേർത്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയെ ഫലവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്തുക. പഴവർഗ്ഗങ്ങളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ആപ്പിൾ, മാമ്പഴം, മുന്തിരി. കിഴങ്ങുവർഗ്ഗങ്ങളിൽ ഉരുളക്കിഴങ്ങ്, മരച്ചീനി, ചേമ്പ്. നെക്സ്റ്റ് നോക്കാം. പദസൂര്യൻ പൂർത്തിയാക്കുക എന്താണ്? സുഗന്ധവ്യഞ്ജനങ്ങൾ, ഗ്രാമ്പൂ. പിന്നെ നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ജാതി, കുരുമുളക്, കറുവപ്പട്ട, ഏലം. മറ്റേതെങ്കിലും എഴുതിയിട്ടെങ്കിലും കൂട്ടുകാർക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ആകർഷകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടാവും ഇല്ലേ? ഓക്കെ, ദെൻ 4 പ്രകൃതിദത്ത നാരുകളുടെ പേരെഴുതുക. ഇവ ഓരോന്നും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന 2 അലങ്കാര വസ്തുക്കളുടെ പേരെഴുതുക. അതും കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.